വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുരൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ ومن يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സമാധാനരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അസുലഭ സുന്ദരമായ മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമക്ഷം സമാഗതനായതിൻ്റെ ഉദ്ദേശം സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്വല്പം കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ്. അതിനെ തുണച്ച പ്രപഞ്ച പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹീനിൻ വഹാൽ. പ്രിയമുള്ളവരെ, അധപതനത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ കാണുന്ന ജനസമൂഹത്തിന് സത്യവിശ്വാസത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. സത്യവിശ്വാസം എന്നുള്ളത് വെറും പേരിലും വാക്കുകളിലും മാത്രം ഒതുങ്ങുന്ന കാലം. ഈ ഒരു കാലഘട്ടത്ത് സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ എന്ന വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു സത്യവിശ്വാസി എന്ന് വെച്ചാൽ, ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന് വെച്ചാൽ 5 വക്തിന് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനല്ലടാ യഥാർത്ഥ സത്യവിശ്വാസി. 5 വക്തിന് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനല്ല യഥാർത്ഥ സത്യവിശ്വാസി. റമളാനിൽ 30 നോമ്പും നോറ്റ് പ്രൗഢി കാണിച്ച് അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യ, നീയൊന്നുമല്ലടാ യഥാർത്ഥ സത്യവിശ്വാസി. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ അവർ വിജയിച്ചവരാകുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങളും കൂടെ പറയുകയാണ്. ഒന്നാമതായിട്ട് സത്യവിശ്വാസിയുടെ ലക്ഷണം വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണവർ, അവരുടെ നമസ്കാരത്തിൽ വിനയമുള്ളവരാണവർ, അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണവർ. അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന അഗാധമായ ബോധത്തോടെയുള്ള വിനയത്തിനും ഭക്തിക്കുമാണ് മനുഷ്യ ഖുശൂ എന്ന് പറയുക. ഇന്ന് ഖുശൂ ഇല്ലാതെ ആർക്കോ വേണ്ടിയിട്ട്, എന്തിനോ വേണ്ടിയിട്ട്, എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ട് നമസ്കരിക്കുന്ന മനുഷ്യ, നിനക്ക് വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവൻക്കുമുണ്ടടാ നരകം. ഓർക്കണം പ്രിയമുള്ളവരെ, അല്ലാഹു പറഞ്ഞ പോലെ ഖുശൂവോടുകൂടി, ഭക്തിയോടുകൂടി, വിനയത്തോടുകൂടി നമസ്കരിച്ചോ. രണ്ടാമതായിട്ട് സത്യവിശ്വാസിയുടെ അടയാളം വിശുദ്ധ ഖുർആൻ പറയുകയാണ്. രണ്ടാമതായിട്ട് സത്യവിശ്വാസിയുടെ അടയാളം വിശുദ്ധ ഖുർആൻ പറയുകയാണ് അല്ലദീന ഹും അനിൽ ലഗ്വി മുഅരിദൂൻ, അവൻ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുന്നവരാണവർ, അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നവരാണവർ. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുന്നവർ അവരുണ്ടല്ലോ. അനാവശ്യമായ സംസാരങ്ങൾ ഓരോ മനുഷ്യന്റെയും ഹൃദയാന്തരങ്ങളിലേക്ക്, ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക്, അവന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഗീബത്ത് പറയാനും നമീമത്ത് പറയാനും കളവ് പറയാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാ. അതുകൊണ്ട് മനുഷ്യ അനാവശ്യ കാര്യങ്ങൾ നീ ഒഴിവാക്കിക്കോ. അനാവശ്യ കാര്യങ്ങളുണ്ടല്ലോ, അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുന്നവന്റെ ഇസ്ലാം പൂർണ്ണമായതിന്റെ അടയാളമാണെന്ന് മദീനയുടെ മണവാളൻ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹ്
പ്രിയമുള്ളവരെ, മൂന്നാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസിയുടെ അടയാളങ്ങളിൽ നിന്ന് മൂന്നാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലദീനഹും ലിസ്സകാതി ഫാഇലൂൻ. അവർ സകാത്ത് നൽകുന്നതിൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണവർ. അവർ നിർബന്ധ ദാനധർമ്മങ്ങൾ നൽകുന്നതിൽ സജീവമായി പ്രവർത്തിക്കുന്നവർ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദാനധർമ്മങ്ങളെ നിങ്ങൾ നൽകുക. സ്വന്തം ഷെൽഫിൽ പണങ്ങൾ പൂത്തിവെച്ച് അതിനെ ദൂർത്തടിക്കുന്ന മനുഷ്യ, നീ സകാത്ത് നൽകിക്കോ. സത്യവിശ്വാസിയുടെ അടയാളമായ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീനഹും ലിസ്സകാതി ഫാഇലൂൻ എന്നാണ്. പ്രിയമുള്ളവരെ, മരണശേഷവും കൂലി ലഭിക്കുന്ന അമലായിട്ട് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത് ദാനധർമ്മത്തെയാണ്. പ്രിയമുള്ളവരെ, നാലാമതായിട്ട് സത്യവിശ്വാസിയുടെ അടയാളം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ അടയാളത്തിൽ നാലാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവരുണ്ടല്ലോ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണവർ. അവരുടെ ലൈംഗിക ഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണവർ. ലൈംഗിക ഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലയോ താഴ്വാ ഉസ്താദ് പാടി വെച്ചത്, പെണ്ണിന്റെ പിന്നിൽ നൊണ്ടി നിന്നാൽ തെണ്ടേ, വാവിട്ട് കണ്ടാലുണ്ട് നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാമണ്ടേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാമോ നിങ്ങൾക്ക്? മഹാനായ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? തന്റെ പ്രാണപ്രേയസിയെ കണ്ണുകൊണ്ട് കണ്ണു നോക്കിയിരിക്കുന്ന സമയത്ത് ഈ കണ്ണുകൊണ്ട് എന്റെ റബ്ബിനെ കാണാൻ കഴിയുമോ എന്ന് ചിന്തിച്ച മോഹലസ്യപ്പെട്ട് വീണ് സൂഫി ലോകത്തെ സൂര്യ തേജസ്സായി മാറിയ മഹാനായ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യവിശ്വാസിയുടെ അടയാളങ്ങൾ കൊണ്ട് നന്മയുള്ള രീതിയിൽ വിജയിച്ചുക്കോ. നന്മകൾ നിറച്ചാൽ സത്യപാതയിൽ നീങ്ങിയാൽ വിജയിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.